പൊന്നാനി നഗരസഭ വൈസ് ചെയർപേഴ്സണായി CP സക്കീറിനെ തെരഞ്ഞെടുത്തു. ആദ്യമായി കൗൺസിലറാകുന്ന CP സക്കീർ സംഘടനാ പ്രവർത്തനങ്ങളുടെ മികവിലാണ് വൈസ് ചെയർപേഴ്സൺ പദവിയിലെത്തുന്നത്. മുനീബ് യുവിന് 17 വോട്ട്, സക്കീർ 32 വോട്ട്. ഡെപ്യൂട്ടി വൈസ് പ്രസിഡന്റായി സക്കീർ എന്നവരെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. പൊന്നാനി മുനിസിപ്പൽ കൗൺസിലിലെ ഡെപ്യൂട്ടി ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ട സക്കീർ എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായി വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. ഉച്ചയ്ക്ക് ശേഷം നടന്ന വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ CPMലെ CP സക്കീർ തെരഞ്ഞെടുക്കപ്പെട്ടു. 32 വോട്ടാണ് നേടിയത്. മുസ്ലിം ലീഗിലെ മുനീബിനെ പരാജയപ്പെടുത്തിയാണ് വൈസ് ചെയർമാൻ സ്ഥാനത്തേക്കു തെരഞ്ഞെടുക്കപ്പെട്ടത്. 19ാം വാർഡിൽ നിന്നുമാണ് CP സക്കീർ വിജയിച്ചത്. വൈസ് ചെയർമാൻ സ്ഥാനത്തേക്ക് LDFൽ നിന്ന് CP സക്കീറും UDFൽ നിന്ന് U മുനീബും മത്സരിച്ചു. CP സക്കീറിന് 32 വോട്ടും U മുനീബിന് 17 വോട്ടും ലഭിച്ചു. 3 വോട്ടുകൾ അസാധുവായി. ഒരംഗം ഹാജരായില്ല. 51ാം വാർഡ് UDF കൗൺസിലർ ഖാദർകുട്ടിയാണ് കൗൺസിലിൽ ഹാജരാകാതിരുന്നത്. വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ അസാധുവായ വോട്ടുകൾ 3 BJP SDPI അംഗങ്ങളുടേതാണ്. BJP അംഗങ്ങളും ഒരു SDPI അംഗവുമാണ് കൗൺസിലുള്ളത്. 53 വാർഡുകളുള്ള പൊന്നാനി നഗരസഭയിൽ LDFന് 32 അംഗങ്ങളും UDFന് 18 അംഗങ്ങളും BJPക്ക് 2ഉം SDPIക്ക് 1 അംഗവുമാണ് ഉള്ളത്. ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇടതുപക്ഷ വീക്ഷണത്തോടു കൂടിയിട്ടുള്ള വലിയ ജനകീയ ഭരണമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് സാധ്യമാകട്ടെ. വൈസ് ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ട CP സക്കീർ ബാല്യകാലം മുതൽ തന്നെ സാധാരണക്കാരോട് ഒട്ടിനിന്നുള്ള ഒരു പ്രവർത്തനമാണ് അദ്ദേഹം കാഴ്ചവെച്ചിട്ടുള്ളത്. മറ്റ് നഗരസഭകളിൽ നിന്ന് വ്യത്യസ്തമായി ചരിത്രവും സംസ്കാരവും കടലുമൊക്കെ ഇഴചേർന്ന് മുന്നോട്ട് പോകുന്ന സംസ്കാരവും സാമൂഹിക അവസ്ഥയുമാണ് പൊന്നാനിക്കുള്ളത്. മത്സ്യ തൊഴിലാളികൾ, വ്യാപാരികൾ, കർഷകർ, തൊഴിലാളികൾ, വിദ്യാർത്ഥികൾ, സ്ത്രീകൾ, വയോജനങ്ങൾ തുടങ്ങി എല്ലാവരുടെയും പ്രശ്നങ്ങളാണ് പൊന്നാനിയുടെ യാഥാർത്ഥ്യം. ഇവയൊക്കെ ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ഇവരുടെയൊക്കെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകാൻ ഈ ഭരണസമിതിക്ക് കഴിയേണ്ടതുണ്ട്. കഴിഞ്ഞ 10 വർഷക്കാലം ഈ നഗരത്തിലെ ജനങ്ങൾക്ക് ഇടതുമുന്നണി കൊടുത്ത വാഗ്ദാനങ്ങൾ നിറവേറ്റിയതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് വീണ്ടും ഒരു ടേം ഭരിക്കാനുള്ള അവസരം ഈ ജനങ്ങൾ നമുക്ക് തന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ്. മറ്റു ചിലത് കവിത പോലെ ഹൃദയം, ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തുപിടിക്കലുകൾ, കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ. അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ, നിലപാടുകളെ, അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത്. എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.